അഞ്ചാമത്തെ വഴി പെരുവഴി അല്ല. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സംരംഭത്തിനായി എങ്ങനെ മുടക്കുമുതൽ കണ്ടെത്താം. ഞങ്ങൾ എങ്ങനെയാണ് ഈ മുടക്കുമുതൽ കണ്ടെത്തിയത്, നിങ്ങൾക്ക് ഒരു സംരംഭത്തിനായി മുടക്കുമുതൽ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നതിനെ പറ്റിയാണ്. എൻ്റെ പേര് നിതിൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് റയോക്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ഇനിഷ്യൽ ക്യാപിറ്റൽ ഒരു ബിസിനസ്സിന് അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ വിൽക്കാനുള്ള സാധനങ്ങളും അത് വിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളും ഒരുക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. പ്രധാനമായും സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടോ പാർട്ട്ണർഷിപ്പ് ആയിട്ടോ ആയിരിക്കും ഒരു സ്വകാര്യ മേഖലാ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുക. സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ മാത്രമായിട്ടായിരിക്കും ഒതുങ്ങി നിൽക്കുക. ഇതിന് ധാരാളം മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞതും ഒരുപാട് ചിലവുകൾ ഉള്ളതുമായിരിക്കും. എന്നാൽ പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഭാരവും റിസ്ക്കും കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇതാണ് നിങ്ങളുടെ മുടക്കുമുതൽ കുറയ്ക്കാനുള്ള ആദ്യത്തെ ഘടകം. രണ്ടാമത്തെ വഴിയാകട്ടെ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് തുടങ്ങുക. അതിൽ നിന്നുള്ള ചെറിയ ലാഭങ്ങൾ നീക്കി വെച്ച് ഒരു തുക കണ്ടെത്തുക. ഇതാണ് രണ്ടാമത്തെ ഘടകം. എന്നാൽ റയോക്സിന്റെ കാര്യത്തിലാകട്ടെ, റയോക്സ് കസ്റ്റം എന്ന് പറയുന്ന ചെറിയ തുടക്കം ഞങ്ങൾക്ക് വലിയ ലാഭങ്ങളാണ് ഉണ്ടാക്കി തന്നത്. ഡൈകാസ്റ്റ് കാറുകളുടെ റീസെല്ലിംഗ് സാധ്യത, പ്രധാനമായി ഹോട്ട് വീൽസ്, വിൻഡീസ് പോലുള്ള മിനിയേച്ചർ മെറ്റൽ കാറുകളുടെ റീസെല്ലിംഗ് സാധ്യത മുതലെടുത്ത് വെറും 1000 രൂപയിൽ താഴെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്കൊരു വലിയ തുക തന്നെ കണ്ടെത്താൻ ഞങ്ങളെ സഹായിച്ചു. നിങ്ങൾക്കും ഇതേപോലത്തുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ ഒരു തുക കണ്ടെത്താൻ നിങ്ങൾക്ക് സഹായകരമാവും. മൂന്നാമത്തെ വഴി സ്വന്തമായി പണിയെടുത്ത് ഫണ്ട് കണ്ടെത്തുക എന്നതാണ്. സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ആപ്പുകളും ബസാറുകളും പെട്രോൾ പമ്പുകളും ഷോപ്പുകളും പോലുള്ള പാർട്ട് ടൈം ജോബുകളുടെ സാധ്യതകളും വളരെ വലിയ സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുവഴി നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നാലാമത്തെ സാധ്യത നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസുകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ക്രിയേറ്റീവ് ഐഡിയകളും സ്കില്ലുകളും പ്രയോജനപ്പെടുത്തി ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നതാണ്. ചിലർ നന്നായി വരയ്ക്കുന്നവരായിരിക്കാം, മറ്റു ചിലർ നന്നായി എഴുതുന്നവരായിരിക്കാം. ഇന്നത്തെ കാലത്ത് നന്നായി സംസാരിക്കുന്നത് വരെ ഒരു വരുമാന മാർഗമായി മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ക്രാഫ്റ്റിംഗ് എന്നത് ഒരു നല്ല വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാധ്യത കൂടിയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. അഞ്ചാമത്തെ വഴി ഫാമിലി സപ്പോർട്ടാണ്. ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുക. ഇത് നിങ്ങൾക്കൊരു തുക സമാഹരിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ്. ഇത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബാധ്യതകളോ ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ ഡിവിഡൻഡോ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് വലിയ ബാധ്യതകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് റയോക്സിലേക്ക് വരാം. നമ്മൾ പ്രധാനമായും 3 വഴികളാണ് പ്രയോജനപ്പെടുത്തിയത്. പാർട്ട്ണർഷിപ്പിംഗ്, ഫാമിലി സപ്പോർട്ട്, ഇതൊന്നും പോരാഞ്ഞിട്ട് ചെറിയ സ്മാൾ സ്കെയിൽ ബിസിനസ്സുകൾ. നമ്മളിൽ പലരും വ്യത്യസ്തരായിരിക്കാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് അതിവേഗം ഫണ്ട് കണ്ടെത്താനുള്ള ഒരു സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ക്ഷമയും പ്ലാനിങ്ങും ടൈം മാനേജ്മെന്റും നിങ്ങളുടെ ബിസിനസ് ക്യാപിറ്റൽ വലുതാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ബിസിനസ് ക്യാപിറ്റൽ എത്രത്തോളം വലുതാകുന്നു അത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സും വലുതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.